പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. രമേശ് ജിക്ക് പാട്ട് ഇഷ്ടമായോ? അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഏജ് കൂടുമ്പോൾ സംഗീതം വളരുന്നു എന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ മോളിൽ നിന്ന് ഇങ്ങനെ എൻ്റെ ഒരു സംഗീതം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ ചിലവരുടെ തലയിൽ കൂടുതൽ വീഴും, ചിലവരുടെ തലയിൽ കുറച്ച് വീഴുന്നു. അപ്പം ഈ കൂടുതൽ വീണ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ മോൾ. ആശീർവാദം മുഴുവനും ദൈവത്തിൻ്റെ ആശീർവാദം അർജുനുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫാബുലസ്. അതും ചിലതെല്ലാം വന്നിട്ട് ബിലവൽ ആ ടച്ചസ് കൊടുത്തപ്പോൾ അതിൽ നിന്നും കോംപ്ലിമെന്റ് എടുത്തും കൂടി അർജുൻ ട്രൈ ചെയ്തു 2-3 സംഗതികൾ. ശങ്കരാഭരണം ഫ്രെയിം വെച്ചുകൊണ്ട് ബിലവൽ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത് ആ കേൾവിജ്ഞാനം മാത്രമല്ല, അത് ഈ പറഞ്ഞ അനുഗ്രഹം അത് വേണം, അത് ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അത് അത്രയും മനോഹരമായിരുന്നു. കൂടുതൽ സംഗീതത്തിൽ അർജുൻ്റെ സേവനം കൂടുതൽ കാലം ചെയ്യാനുള്ള ഭാഗ്യം അർജുന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒരു ക്ലാസിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാത്ത ഒരു വലിയൊരു ഭാഗ്യം. ശരിക്കും അമൃത TV അതിന് വെറുതെ ഒന്നും അഭിനന്ദിച്ചാൽ പോരാ. അർജുൻ അതിമനോഹരമായിട്ട് പാടി. സാറ് പറഞ്ഞല്ലോ 2 സെന്റൻസ്, അതാണ് ഏറ്റവും വലുത്. ആ പറഞ്ഞത് അത്രയും മതി. കൺഗ്രാജുലേഷൻസ് അർജുൻ. ഇന്നത്തെ പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നിയത്, കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം അർജുൻ പാടി ആ വയസ്സായ ടൈമിലൊക്കെ പാടി അങ്ങനെ മതിയായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു ജന്മം ഇരിക്കട്ടെ എന്നും പറഞ്ഞാണ് അർജുൻ എന്ന് പേര് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചത്. കാരണം അർജുൻ എപ്പോഴും ജയവം, ഞാനത് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനായിട്ട് ഇത് കൊടുത്തതാണെന്നാണ് മിസ്റ്റർ നാരായൺജി പറഞ്ഞത്. അതിൽ ശകലം പോലും വ്യത്യാസമില്ല. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ഇങ്ങനെ ഒന്നും കിട്ടുകയില്ല. ഈശ്വരാനുഗ്രഹം മാത്രം, അത് സത്യമാണ്. അതിന് ഭഗവാൻ പരിപൂർണമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ നോക്കുക. എന്തായാലും അർജുന്റെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് എത്ര മാർക്കാണ് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത് നോക്കാം. 8 മാർക്ക്. 9.5. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക 20.